യെസ്, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അഞ്ചുതെങ്ങ് ഫോർട്ട് കാണാനാട്ടോ. ഇത് ആക്ച്വലി കഴക്കൂട്ടത്തു നിന്ന് മേനംകുളം വഴി വർക്കല പോകുന്ന റൂട്ടാട്ടോ. ഇത് പോകുന്നത് പെരുമാതുറ വഴിയാണ്. അപ്പോൾ പെരുമാതുറ പാലത്തെ കണ്ട് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇത് വണ്ടി നിർത്തിയതാണ്. ഞാൻ ഉച്ച സമയത്താട്ടോ ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ച് വീണ്ടും അഞ്ചുതെങ്ങ് ഫോർട്ട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇത് ആക്ച്വലി കഴക്കൂട്ട സൈഡിൽ നിന്നൊക്കെ നമ്മൾ വർക്കല പോകുകയാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റൂട്ടാട്ടോ. കാര്യം കണ്ടില്ലേ, ഒരു സൈഡിൽ കടലും മറ്റേ സൈഡ് റോഡും. അത് നമുക്ക് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ വൈബ് അടിച്ച് വണ്ടിയിൽ പോകാൻ പറ്റും. ആക്ച്വലി ഞാനിത് പറഞ്ഞില്ലേ, ഇറങ്ങിയപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ കടലിൽ നിന്നുള്ളൊരു കാറ്റും ആ ഒരു ഭംഗിയൊക്കെ കാരണം നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല. നമ്മൾ അങ്ങനെ ആസ്വദിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ. ഞാൻ ആക്ച്വലി പോകുന്ന വഴിക്ക് വെറുതെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. എനിക്ക് തോന്നിയത് ഈ വലിയ തിരകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വീടുകളൊക്കെ പൊളിഞ്ഞതായിരിക്കും. അവിടെ നിന്ന് ആരുമില്ല, പണ്ട് എന്തോ സംഭവിച്ചാന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കടലിൻ്റെ തീരമാകുമ്പോഴത്തേനും. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞാനങ്ങനെ അഞ്ചുതെങ്ങ് ഫോർട്ടിന് മുന്നിലെത്തി. ഇവിടെ ആക്ച്വലി എൻട്രൻസ് ഫീ ഒന്നും ഇല്ല കേട്ടോ, അപ്പോൾ നേരെ കയറാം. അപ്പോൾ ഞാനിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 1-2 വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പം ഇത് ആക്ച്വലി ഒരു ഫോർട്ടാണെന്നറിയാമല്ലോ. അപ്പം അതൊരു നമുക്കിങ്ങനെ ചുറ്റും കയറി ഇങ്ങനെ നടക്കാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഗസ്റ്റുകളൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാർ വരുന്നുള്ളതൊന്നും. കുറച്ചുകൂടെ വൈകിട്ടാകുമ്പോഴത്തേനും ആൾക്കാരൊക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഞാനതിലെ ആ ഫോർട്ടിൻ്റെ മേളിൽ കൂടെ വെറുതെ ഇങ്ങനെ നടന്നു. അവിടെ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ. അധികം തിരക്കുമില്ല, നമുക്ക് നൈസായിട്ട് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാം. വൈകുന്നേരം സമയം വന്ന് നല്ല ലൈറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതിൻ്റെ മേലിൽ കയറിയിട്ട് ഇങ്ങനെ അതിൻ്റെ ചുറ്റുമുള്ളൊരു കാഴ്ചയൊക്കെ കണ്ടു. കുറച്ച് ഭാഗമൊക്കെ പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, അത് കുറേ കാലമായില്ല, അതുകൊണ്ടായിരിക്കാം. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് നോക്കി, എന്നിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു. ഇങ്ങനെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി കുറച്ച് ഡേഞ്ചറസ് ആണ്, സൂക്ഷിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ ചുറ്റും ഇങ്ങനെ ഫുൾ നടക്കാൻ പറ്റും. അത് അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടില്ല, അവരിപ്പോൾ അവിടെ തന്നെ ഉണ്ട്. ഇത് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ് ആട്ടോ. അവിടെ കയറണേ പാസ് ഉണ്ട്, അതിൻ്റെ മേളിൽ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അത് ഫോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് അവിടെ നിന്ന് എൻട്രി ടിക്കറ്റ് എടുക്കണം. പിന്നെ ഞാൻ തന്നെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ വെറുതെ ഇരുന്നപ്പോൾ എടുത്തു. ഒരു നല്ലൊരു സ്ഥലം ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേനും വെറുതെ എൻ്റെ ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ മേൽഭാഗം ഫുള്ള് നടന്ന് കവർ ചെയ്തു കേട്ടോ. അതായത് ഒരു സൈഡിൽ കൂടെ കയറി മറ്റേ സൈഡിൽ കൂടെ താഴെ ഇറങ്ങി. ഇനിയിപ്പോൾ താഴത്തെ കുറച്ച് സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ. അങ്ങനെ താഴത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങി. താഴെ അങ്ങനെ എടുത്തു പറയാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ളതൊരു തുരങ്കമാണ്. ആ ദൂരെ കാണുന്നില്ലേ, അതാണ് ഒരു തുരങ്കം. അത് ആക്ച്വലി തുരങ്കമല്ല, ഇപ്പോൾ ഒരു സെക്യൂരിറ്റി റൂമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ പണിതൊരു തുരങ്കമാണ് ശരിക്കും. അത് ജസ്റ്റ് അവിടെ റൂം പോലെ ആക്കിയിട്ട് ബാക്കി ക്ലോസ് ചെയ്തേക്കും. അതിന് എൻ്റെ എവിടെയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. പണ്ടെന്തോ ഓപ്പൺ ആക്കിയിട്ട് പബ്ലിക് എന്തോ ആരോ കയറി ഇഷ്യൂ ആയെന്നാണ് കേട്ടത്. അങ്ങനെ എന്തോ ആണിത് ക്ലോസ് ചെയ്തത്. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്